ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാ കുറച്ച് സമാധാനമുണ്ട്. ലൈവ് ഇട്ടപ്പോ. ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയണ്ട്. സത്യം പറഞ്ഞാ കുറച്ച് സമാധാനമുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ലൈവ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാ ഭയങ്കര ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത്. ഏഹ്, കോൺട്രോവേഴ്സി സംഭവങ്ങളൊന്നുമല്ല ഗൈസ്. ഇത് കോൺട്രോവേഴ്സി കാര്യങ്ങളൊന്നുമല്ല. ഇന്നലത്തെ ലൈവില് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിനു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സത്യം പറഞ്ഞ തുടങ്ങുന്നേക്കാളും മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ചാറ്റ് അങ്ങനെ നോക്കുന്നില്ല. കുറെ നെഗറ്റീവ് വന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് ട്രിഗർ ആവും. ഇന്നലത്തെ പോലെയാവും ഇപ്പൊ വീണ്ടും ലൈവ്. അപ്പൊ ഇന്നലെ സത്യം പറഞ്ഞ ലാസ്റ്റ് ആ പറഞ്ഞതൊക്കെ സത്യം പറഞ്ഞ ഭയങ്കര ട്രിഗർ ആയിട്ട് ചാറ്റൊക്കെ കണ്ട് ട്രിഗർ ആയിട്ട് പറഞ്ഞതാണ് ഞാനത്. അപ്പോ ഇന്ന് ഞാൻ ഭയങ്കര സമാധാനത്തോട് കൂടിയിട്ട് ലൈവ് ഇടുന്നത് വശത്തെ കാര്യം. ഏഹ്, പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ മറ്റേ ഹെയ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്പ്രെഡ് ആക്കുന്ന കമന്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഏഹ്, മോഡറേറ്റേഴ്സ് ആരുമില്ല ചാനലിൽ നിങ്ങൾക്കറിയാം. അങ്ങനെ മോഡറേറ്റേഴ്സിനെ വെക്കണ ഒരു ഇതല്ല. മോഡറേറ്റേഴ്സ് ഇല്ല. അപ്പോ കളയാനോ ഒന്നുമില്ല. ഞാൻ തന്നെ വായിക്കണം ഇത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. ഡു അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻ ഗൈസ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെയിൻ കാര്യം പറയാന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനും കെവിഎം തമ്മിലുള്ള എല്ലാ പ്രശ്നവും സംസാരിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാ അത് ഞാനും കൂടി കാരണാണ് വന്നത്. സത്യമാണ്. എന്റെ ഭാഗത്ത് മാത്രം മിസ്റ്റേക്ക് എന്നല്ല പറയുന്നേ. ഞാനും കൂടി കാരണമാണ് അത് വന്നത്. പിന്നെ അത് മാത്രല്ല ഇന്നലത്തെ ലൈവും കുറച്ച് ഞാൻ സത്യം പറഞ്ഞ ഹെയ്റ്റ് സ്പ്രെഡ് ആക്കണം എന്നുള്ള രീതിയിലല്ല ഇന്നലത്തെ ലൈവ് ഇട്ടത്. ഞാൻ ആ ലൈവ് തുടങ്ങുമ്പളും ഒരു 10, 20 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. ഇത് കോൺട്രോവേഴ്സി അല്ല. ടിവിക്കെതിരെ ഹെയ്റ്റ് കൊടുക്കാനല്ല. ഇത് എന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്റെ ടോട്ടൽ പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലൈവ് ഇടുന്നെ എന്നുള്ള രീതിയില് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ. അപ്പോ അതിങ്ങനെ ആയിപ്പോയി എന്നുള്ളത് വെച്ച് എനിക്കറിയാൻ പാടില്ല. പിന്നെ എന്താ പ്രശ്നം? ഇന്നലെ ലൈവ് നിർത്താം എന്നുള്ള കാര്യം എല്ലാം പറയും നിർത്താന്നുള്ളത് പറഞ്ഞ അപ്പത്തെ ടെമ്പറിൽ പറഞ്ഞാണ്. സത്യം പറഞ്ഞ ചാറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് സീരിയസ്ലി. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ടെമ്പർ ആവാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ചാറ്റ് നോക്കുന്നില്ല ഇപ്പൊ. അപ്പൊ മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, സത്യം പറഞ്ഞാ കെവി ആയിട്ടുള്ള എല്ലാ പ്രശ്നവും തീർത്ത് സംസാരിച്ച് സോൾവ് ആക്കി. കാരണം ഞാൻ എന്റെ സൈഡ് പറഞ്ഞപ്പോ അവർക്കെല്ലാവർക്കും എന്റെ സൈഡ് മനസ്സിലായിട്ടുണ്ട്. സോ ഞാനതില് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ രാത്രി കുറെ നേരം ഇരുന്ന് സംസാരിച്ച്, കാർലോ ചേട്ടന്റെ അടുത്ത് സംസാരിച്ച്, ഹിറ്റുവിന്റെ അടുത്ത് കുറെ പേരെടുത്ത് സംസാരിച്ച് കഴിച്ചു ഇന്നലെ. അപ്പോ കുറെ പേരെടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട്, ഞാൻ പറയാതെയാണ് ഇറങ്ങിയത് എന്നുള്ള രീതിയില് പറയുന്നുണ്ട്. പക്ഷെ അതിന് റീസൺ പറയാതെ ഇറങ്ങിയതല്ല. ഞാൻ സത്യം പറഞ്ഞാ ഹിറ്റുവിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ട് ഈ ഹിറ്റുവിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ ഹിറ്റു തന്നെ പറഞ്ഞു എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയ് എന്നുള്ള രീതിയില് പറഞ്ഞു. ആ സമയത്ത് എന്താന്ന് വെച്ചാ എടാ ഗ്യാങ്ങിന്റെ അകത്ത് 35 പേരുണ്ടെങ്കിലും അതില് 30 പേരും അല്ലെങ്കിൽ 25 പേരോളം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഞാൻ പുതിയ വന്ന ആൾക്കാര് പഴയ വന്ന അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ 25 പേര് അല്ലെങ്കിൽ 30 പേരുടെ അടുത്ത് കോൺഫറൻസ് ഇട്ട് പറയേണ്ട ഒരു കാര്യമല്ല ഇത്. നിങ്ങളത് മനസ്സിലാക്കുക. കോൺഫറൻസ് ഇട്ട് പറയേണ്ട കാര്യമല്ല ഇത്. അപ്പൊ 25 അല്ലെങ്കിൽ 30 പേരെ സെപ്പറേറ്റ് വിളിച്ച് വിളിച്ച് കാര്യം പറയേണ്ട ഒരു കാര്യം, കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാ എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് പയ്യെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു ഞാന്. പക്ഷെ അത് ഇങ്ങനെയായി മാറുംന്ന് ആരും വിചാരിച്ചില്ല. ഹിറ്റും നമ്മളാരും എക്സ്പെക്ട് ചെയ്തില്ല ഇതിങ്ങനെയായി മാറും. കാരണം ഓഫ് കോഴ്സ് ഇത്ര നാള് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് പോകുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആർക്കായാലും അത് അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ സങ്കടം ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അവരാ സങ്കടത്തിൽ അവരാ റിയാക്ഷൻ ചെയ്തു. അതിന് ഞാൻ അവരെ അല്ലെങ്കിൽ ഞാൻ കെവിഎനെതിരെ ഞാനൊരു വാക്കും ഇന്നലത്തെ ലൈവിൽ ഒരു ഹേറ്റ് ആവുന്ന രീതിയിലോ, തൊപ്പിയുടെ ലൈവിൽ വന്നപ്പോ ഞാൻ അതിനെ ഹേറ്റ് ആവുന്ന രീതിയിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങക്കത് കാണിക്കുകയാണെങ്കിൽ കാണിച്ചോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുവാണെങ്കിൽ കാണിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥ സത്യം. ഞാൻ അപ്പളും ഞാൻ എല്ലാം തൊപ്പിയുടെ ലൈവില് ഞാൻ പറയുന്നുണ്ട്.
ഞാൻ എന്തായാലും വിളിച്ച് സംസാരിക്കും എല്ലാവരുമായിട്ടും. എനിക്കിത് സോൾവ് ആക്കണം. കാരണം ഞാനായിട്ടുണ്ടായ പ്രശ്നമാണ്. ഞാൻ കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ പകുതി മൊത്തം മാറി. എൻ്റെ ഒരു റീസൺ കാരണം മനസ്സിലായോ? ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എംആർസിയും കെവിഎം തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്. അതിപ്പോ ഞാൻ കാരണം പ്രശ്നം ഉണ്ടായാൽ തന്നെ എനിക്കാണ് അത് എഫക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോ കെവിഎ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഫുള്ള് എല്ലാവരും. ഏഹ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സപ്പോർട്ട് ഇന്ന് കുറച്ച് എൻ്റെ പൊന്നു പേര് ഒന്ന് സ്പാം ആക്കി നിർത്തുവോന്ന്. ആക്കിക്കോട്ടെ കുഴപ്പമില്ല. സ്പാം ആക്കിക്കോട്ടെ ഇഷ്യൂ ഇല്ല. അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇന്നലെ നിറച്ച് പ്രശ്നങ്ങളായി മാറിയത് എനിക്കറിയാം. അത് ഞാൻ എന്തായാലും സംസാരിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. തെറ്റില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഇന്നലത്തെ ലൈവില് അത് നിങ്ങളെ കൺവേ ചെയ്ത രീതി അത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുള്ള രീതിയായി പോയി എന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഉം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അത് കൺവേർട്ടായി മാറിയത് 2 രീതിയിലാണ്. എല്ലാരും പറയുന്നുണ്ട് എന്താ ഈഗോന്റെ പുറത്താണ് പോയിന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ലൈവ് ഒന്നുകൂടി എടുത്താ മനസ്സിലാവും. ഈഗോയുടെ കാര്യം ഞാനതില് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഞാൻ വിട്ടു. അതിനുശേഷം എനിക്കൊരു ഡബിൾ സ്റ്റാൻഡ് തോട്ട് വന്ന്. തിരിച്ചു പോണ ടൈമില് തൊപ്പിയും എല്ലാരും കൂടി എൻ്റെ അടുത്ത് "വാ, നീ എംആർസി കേറ് നല്ലൊരു ഫ്യൂച്ചറുണ്ട്" എന്നൊക്കെ പറയുമ്പോ തന്നെ ഞാൻ അപ്പളും അവരുടെ മുമ്പില് വെച്ചിട്ട് പറഞ്ഞതെന്താന്ന് വെച്ചാ, എനിക്ക് വരാൻ പറ്റൂല. എനിക്ക് വരാൻ പറ്റില്ലാന്ന് തന്നെയാണ് അപ്പം പറഞ്ഞത്. കാരണം എനിക്ക് കെവി വിട്ട് വരാൻ പറ്റില്ലാന്നാ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് തിരിച്ച് കാറി വരുമ്പോ ബിലാൽ എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്താ "എടാ നീ വായോ എംആർസിയിൽ വാ. നല്ലൊരു കാലിബറുണ്ട് നിനക്ക്. നിനക്ക് കെവിഎൽ വെച്ചിട്ട് ഇത്രയും വ്യൂവേഴ്സിനെ ഇതാക്കാന്ന് വെച്ചാ എംആർസിയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് അതിനും ഇരട്ടി ചെയ്യാൻ പറ്റും" എന്നുള്ള രീതിയില് ഉള്ളത് പറഞ്ഞു. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അപ്പളും പറഞ്ഞ് അവരുടെ അടുത്ത് എനിക്ക് വരാൻ താല്പര്യമില്ല പേഴ്സണലി. ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയില് പറഞ്ഞു. പിന്നെ ഞാൻ റൂമില് എത്തിയത് പുലർച്ചെ ഒരു 5:30ക്കാണ്. 5:30ക്ക് എത്തിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്കൊരു തോട്ട് വന്ന്. സത്യം പറഞ്ഞാ കമ്മിറ്റഡ് ആണ്. പോട്ടെ. കമന്റ് നോക്കുന്നില്ല സോറി. അപ്പൊ ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ ഒരാളെ അടിച്ച് ആക്ഷേപിക്കുന്നില്ല. ഒരാളോടും പറയാനെനിക്ക് എനിക്ക് എന്റെ സൈഡ് ക്ലിയർ ആക്കണം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ പറയാം വീട്ടിലെത്തിയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് തോട്ട് വന്നു. ഞാൻ ഇത് തന്നെയാണ് ഹിറ്റുവിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. ഓക്കെ. ഇത് തന്നെയാണ് ഹിറ്റുവിന്റെ അടുത്തും കെവിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും അല്ല ഹിറ്റുവിന്റെ അടുത്ത് പറഞ്ഞത് ഇത് തന്നെയാണ്. പക്ഷെ അത് കൺവേർട്ടായി മാറി ഇങ്ങനെ ഒരു ഈഗോടെ പുറത്താണ് ഇറങ്ങിയെന്നുള്ള രീതിയിലായിപ്പോയി. അതിപ്പോ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് പ്രസന്റ് ചെയ്ത രീതി കാണുമ്പോ എന്നെ നന്നായി അറിയുന്ന ആൾക്കാര് വരെ പറഞ്ഞ്, ഈവൻ എന്റെ അമ്മ വരെ പറഞ്ഞ്, "നീ ആ പറഞ്ഞത് ആ ഒരു രീതിയിലാണ് എല്ലാവരും എടുക്കുള്ളൂ" എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പളാണ് ഞാൻ ചിന്തിക്കുന്നത്. നോക്ക് ഞാൻ പറഞ്ഞ കാര്യം പൊട്ടത്തരായി പോയി. ഇതല്ല ഞാൻ കൺവേ ചെയ്യാൻ വന്നതും അത് പറഞ്ഞത് 2 കാര്യമാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഓക്കെ. പക്ഷേ പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് തോട്ട് വന്നപ്പോ തന്നെ ഞാൻ ഹിറ്റുവിന്റെ അടുത്ത് കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ ജെന്യൂനിറ്റി ഞാൻ കാണിച്ചതാണ്. അങ്ങനത്തെ ഒരു പൂവണോ പൂവണ്ടയോ ഇതുവരെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടില്ല. പെട്ടെന്ന് പൂവണോ പൂവണ്ടയോ എന്നുള്ളൊരു തോട്ട് വന്നപ്പോ തന്നെ എനിക്ക് അവിടെ ഒരു ഫെയിലിയർ ആയിട്ട് തോന്നി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഹിറ്റുന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഹിറ്റുവിനെ വിളിച്ചപ്പോ ഞാൻ അവന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഹിറ്റു അപ്പൊ പറഞ്ഞു, "ഓക്കേടാ നീ അതൊക്കെ തോട്ടൊന്ന് വിട്. എല്ലാം ശരിയാവും" എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു പോയതാ. പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പളും വീണ്ടും എനിക്ക് ഈ തോട്ട് തന്നെയാ വരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി ഈ തോട്ട് വെച്ച് നിന്നാ തന്നെ എല്ലാവർക്കും ബാഡാവും എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് ഹിറ്റുവിന് വോയിസ് അയച്ചത് ശരിയാണ്. അതിപ്പോ ആ വോയിസ് അയച്ചതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാ ഇതൊക്കെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാ മെസ്സേജ് അയച്ചിട്ട് കൺവേ ചെയ്യണേക്കാളും മച്ച് ബെറ്ററാണ് ചാറ്റ് ഒന്നും ചെയ്യാണ്ട് കോൾ ചെയ്തിട്ട് ആൾക്കാരുടെ അടുത്ത് കാര്യം പറയല് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഏഹ് ബ്രോ ഇത്രയും ഹെയ്റ്റ് കാസ്ട്രോയ്ക്ക് കൊടുത്തിട്ട് ഇനി ഈ കിടന്ന് എന്റെ പൊന്നു ബ്രോ ഈ പറയുന്ന കാർലോ ചേട്ടനോ ഇവർക്കോ യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ ബ്രോയ്ക്ക് എന്താണ് ഇത്രയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല സീരിയസ്ലി. കെവിയുടെ എതിരെ ഹെയ്റ്റ് കൊടുക്കാനൊന്നല്ല. ആരും ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങളീ പറയുന്ന ഇത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെവിഎന്ന് വന്നൊരു മാലിക് എന്നുള്ളൊരു ഇത് കാരണമാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഡു റെസ്പെക്ട് കെവിഎ എന്നുള്ള ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ. അത് കാരണം ഇത്രയും ആക്ഷേപിച്ച് പറയാനായിട്ട് ആ ഗ്യാങ് അത്ര മോശം ഗ്യാങ് ഒന്നുമല്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്യാങ് അവരാണ്. മനസ്സിലായോ?
അപ്പോ നിങ്ങൾ കെവിഎനെ ഹേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ. സത്യം പറഞ്ഞാൽ കെവിഎനെ ഹേറ്റ് ആക്കേണ്ട ഒരു കാര്യം ഞാൻ ഹേറ്റ് വേണമെന്ന് വിചാരിച്ചിട്ടും അല്ല ഞാൻ ലൈവ് ഇതായത്. അതങ്ങനെ മാറിപ്പോയി. പിന്നെ ലൈവ് ഇന്നലെ നിർത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഞാൻ ചാറ്റ് കണ്ടിട്ട് ആ ട്രിഗറിൽ പറഞ്ഞതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് പക്ഷെ ഇങ്ങനെ മാറി കെവിഎക്കെതിരെ ഹെയ്റ്റ് കൊടുത്ത് നിർത്തി എന്നുള്ള രീതിയിലായപ്പോ സത്യം പറഞ്ഞാ ചെയ്യാത്തൊരു കാര്യം ലൈക്ക് മനസ്സിൽ പോലും വിചാരിക്കാണ്ട് ചെയ്തൊരു കാര്യം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവര് പറയുമ്പോ ആ ടൈമില് ഒരു നിസ്സഹായത അവസ്ഥണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേര് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാ ബാഡായി. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ ചെയ്തതിലും തെറ്റുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലത്തെ ലൈവ് ഇട്ട് കൺവേ ചെയ്യേണ്ട രീതിയിലല്ല പ്രോപ്പർ കൺവേ ചെയ്തത്. അപ്പോ നിങ്ങളെല്ലാവരും കെവിഎനെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഗ്യാങ്ങാണ്. മനസ്സിലായില്ലേ? എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഗ്യാങ്ങാണ്. ബേസിൽ നിന്ന് ഇതാക്കിയൊരു ഇതാണ്. ഞാൻ എന്റെ ബേസ് അല്ലെങ്കിൽ എന്റെ ഒരു ഇത് തുടങ്ങണത് കെവിഎന്നാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കെവിയുടെ എതിരെ ഹെയ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത് വിട് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന്റെ ഒരു ആവശ്യമില്ല. മനസ്സിലായോ? അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം എന്നെ അത്രയും സപ്പോർട്ടീവായിട്ട് എന്നെ അത്രയും ഇതായിട്ട് പറയുന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഡൂ റെസ്പെക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. തെറ്റില്ല എന്നല്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നലെ കുറെ പേരെടുത്ത് സോറി പറഞ്ഞായിരുന്നു. ഇന്നലെ കുറെ പേരുടെ അടുത്ത് ഞാൻ സോറി പറഞ്ഞു. എനിക്ക് ഇനിയും കുറച്ച് ആൾക്കാരുടെ അടുത്ത് വിളിക്കാനുണ്ട്. കുറെ ആൾക്കാരുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ടില്ല. കുറെ പേരെ വിളിക്കണം. ഏഹ്, വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം ഇത് കോൺഫറൻസ് ഇട്ട് പറയേണ്ട ഒരു കാര്യമല്ല. പറയേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മാലിക് വി റെസ്പെക്ട് കെവിഎ ബട്ട് കുറച്ച് കെവിഎ പാമ്പ് ഫാൻസ് ഓക്കെ. ഫാൻസ് ഓക്കെ. ഇനിയിപ്പോ ഞാന് ഹേറ്റേഴ്സ് പറയുന്നതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ക കാരണം എനിക്ക് വേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ കുറച്ച് സർക്കിളിൽ എനിക്ക് മെയിനായിട്ട് കുറച്ച് പേരുണ്ട് കെവിഎയിലകത്ത്. അവരായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. അത് മൊത്തം സോൾവ് ആവണം എന്നുള്ള ഒറ്റ ഇതെനിക്കുണ്ടായുള്ളൂ. ഞാനത് ചെയ്തു. ഞാനതില് ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നുള്ളത്. ഈഗോ എന്ന് പറഞ്ഞതിന്റെ അവര് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ രീതിയിലായിപ്പോയി എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ. അത് ഇന്ന് ലൈവിൽ എന്താന്ന് വെച്ചാ കാർലോട്ടൻ പറഞ്ഞോളും. അത് പോട്ടെ. പിന്നെ എന്താ അവരെ അവരെ മൊത്തം കൺവിൻസ് ചെയ്ത് അവർക്കിപ്പോ എന്നായിട്ട് യാതൊരു കുഴപ്പവുമില്ല. എനിക്ക് അതിനും വലിയൊരു ഇതില്ല. അതിനും വലിയൊരു സാറ്റിസ്ഫാക്ഷനും ഇതുമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ. ഓക്കെ. അപ്പോ അതെല്ലാം ഞാൻ വിളിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഹേറ്റേഴ്സിന് കൊണയ്ക്കണമെങ്കിൽ കൊണയ്ക്കാം. ഞാൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. എനിക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും എന്നായിട്ട് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? അപ്പോ എനിക്കിനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിനിയിപ്പോ എന്താന്ന് വെച്ചാ എന്റെ രീതിയിലങ്ങ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഒരു ലൈവിലും ഞാൻ പറഞ്ഞിട്ടില്ല ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് പോലും ഇട്ടിട്ടില്ല. അപ്പോ എന്തിലായിക്കോട്ടെ പോട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അത് സബ്സ്ക്രൈബ് ഇടുന്നൊന്നും പറയല്ലേ. അത് പറയണ്ട. ഞാൻ പണ്ടും പറയാറുണ്ട്. നീ നിന്റെ ബേസിക് ഏരിയ മാത്രല്ലല്ലോ എംആർസി മാസ്. എടാ ശരിയാന്ന്. പക്ഷെ എന്നെ 4 പേര് അറിയാൻ തുടങ്ങിയത് കെവിഎൽ നിന്നിട്ടാണ്. മനസ്സിലായില്ലേ? അതിന്റെ റെസ്പെക്റ്റ് എപ്പളും കൊടുക്കണം. റെസ്പെക്റ്റ് കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രല്ല ഫസ്റ്റ് ഓഫ് ഓൾ കെവിഎൽത്തെ എല്ലാ മെമ്പേഴ്സിനടുത്തും സോറി. ഞാൻ പേഴ്സണലി കാർലോയേട്ടന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ പേഴ്സണലി സംസാരിച്ച് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്തും ഞാൻ സോറി ചോദിക്കുകയാണ്. എന്നെ ഹെയ്റ്റ് ചെയ്യല്ലേ എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ. കാരണം ഇത്ര നാൾ കൂടെ കളിച്ച മെമ്പേഴ്സ് വരെ എൻ്റെ എതിരെ പറഞ്ഞപ്പോൾ പേഴ്സണലി എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം മനസ്സുകൊണ്ടോ ഇതുകൊണ്ടോ പോലും വാക്കുകൊണ്ട് പോലും ഞാൻ ഒരാളെ നോവിച്ചിട്ടില്ല ഗ്യാങ്ങിൻ്റെത്. മനസ്സിലായോ? ഒരാളെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. നോവിക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ടായിട്ടില്ല. നമ്മൾ അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ പെട്ടെന്ന് എല്ലാരും കൂടി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നാള് കൂടെ നിന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകുമ്പോ ആർക്കായാലും പൊളിയും. അതങ്ങനെയാണ്. അത് ഫ്രണ്ട്സ് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങൾ വരും. അതങ്ങനെയാണല്ലോ. ഇത് സാധാരണ ഇന്നലെ ബാറിൽ വെച്ച് കണ്ട കൂട്ടുകാരനായിട്ട് അടിയുണ്ടാക്കി പോണ പോലെയല്ല. അതാണെങ്കിൽ അടിയുണ്ടാക്കി പോയാ പോട്ടെ മരുന്ന് വെക്കും. ഇതങ്ങനെ പറ്റൂല്ലോ. ഇത് ഇത്രേ കൊല്ലായിട്ട് നമ്മൾ അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാര്, അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാര് തമ്മില് എന്താ ഇങ്ങനെയാവുമ്പോ ഏഹ്, എന്തിനാടാ എന്നെ ദേഷ്യം ഞാൻ എന്തിനാ ചാറ്റ് നോക്കണെ? ഷിറ്റ്. ഓക്കെ. അപ്പൊ ഇത്രയും കാലം ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ആൾക്കാര് ആയിട്ട് പ്രശ്നം ഉണ്ടാവുമ്പോ അതങ്ങനെ വിട്ട് കളയാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ പോട്ടെ മയിര് എന്തിനും വിചാരിക്കട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് പോവാം. പക്ഷെ ഞാൻ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ.
എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്കപ്പോ അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കിയേ പറ്റൂ. അതെന്നെ 4 പേര് മാറി നിന്ന് തന്തയ്ക്ക് എന്റെ വേണ്ടപ്പെട്ട ആൾക്കാര് എന്നെ തന്തയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ പോയിട്ട് സംസാരിച്ച് സോൾവ് ആക്കാനേ നോക്കുള്ളൂ. ഓക്കെ. മനസ്സിലായില്ലേ? പിന്നെ അതാണ് കിവിയുടെ പ്രശ്നം കഴിഞ്ഞു. ഇനി ആ കാര്യം എവിടെയും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എവിടെയും പറയേണ്ട ആവശ്യമേ ഇല്ല അത്. അത് കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല.